എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തതിൽ പിന്നാലെ പലതരത്തിലുമുള്ള വിവാദങ്ങൾ തന്നെയാണ് പല രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ ഡയറക്ടർ പൃഥ്വിരാജിനെതിരെ പലതരത്തിലുമുള്ള വിമർശനങ്ങൾ അത് വളരെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുന്നു. അവസാനം മാപ്പുമായിട്ട് സാക്ഷാൽ മോഹൻലാൽ തന്നെ രംഗത്ത് വരുന്നു. അത് പൃഥ്വിരാജ് ഷെയർ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇതിനിടയിൽ BJP വിട്ടുപോയ സന്ദീപ് വാര്യർ തൻ്റെ FB പേജിൽ ഇട്ട ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായിരുന്നു. അപ്പോൾ ആ ഒരു FB പോസ്റ്റ് വായിക്കുമ്പോഴത്തേക്കും പൃഥ്വിരാജിനെ നല്ല രീതിയിൽ വെളുപ്പിക്കാനായിട്ട് പാടുപെടുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ആ FB പോസ്റ്റ് ആദ്യമൊന്ന് വായിക്കാം. എമ്പുരാന്റെ തിരക്കഥാകൃത്തിനെയും നിർമ്മാതാക്കളെയും നടനെയും ഒക്കെ മാറ്റി നിർത്തി പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് ആദ്യമായി പറയട്ടെ എന്നാണ് സന്ദീപ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ എഴുതി ചേർത്തിരിക്കുന്ന കാര്യം, ആ സിനിമ പൂർണ്ണമായും ഒരു കച്ചവട സിനിമയാണ്. നേരത്തെ വന്ന ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗം, സ്വാഭാവികമായിട്ടും രണ്ടാം ഭാഗം എഴുതുമ്പോൾ ഒന്നാം ഭാഗത്തോട് നീതി പുലർത്തുക എന്ന വലിയ ബുദ്ധിമുട്ട് തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ നേരിട്ടിട്ടുണ്ടാകും. ഒന്നാം ഭാഗം കേരള രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന വലിയ അധോലോക ബന്ധങ്ങളുള്ള ഒരു വലിയ നായകനും പ്രജയ്ക്ക് ഉസ്താദിൽ ഉണ്ടായ ന്യൂജൻ കുട്ടിയെ പോലെയാണ് ലൂസിഫറിനെ എനിക്ക് തോന്നിയത്. നമ്മൾ നേരത്തെ കണ്ട നിരവധി മലയാള സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഒരു പുതുതലമുറ പതിപ്പ് ആയിരുന്നു ലൂസിഫർ. രണ്ടാം സിനിമ എഴുതുമ്പോൾ തിരക്കഥാകൃത്തിൽ സ്വാഭാവികമായും വന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, ലൂസിഫറിന്റെ വലിയ വിജയം നൽകുന്ന സമ്മർദ്ദം, അതിനേക്കാൾ വലിയ ക്യാൻവാസിൽ കൂടുതൽ വലിയ കാര്യങ്ങൾ പറയണം. രണ്ട്, നിലവിലെ കേരള രാഷ്ട്രീയം കഥയുണ്ടാകണം. നിലവിലെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൽ BJPയുടെ കടന്നുവരവ്, കേന്ദ്ര സർക്കാരിന്റെ അധികാര ദുർവിനിയോഗം, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ എന്നിവ ഒരു കഥാകൃത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയ്ക്ക് സാധ്യതയുള്ള പോയിന്റുകളാണ്. പൃഥ്വിരാജിനെ പോലെ ഒരു സംവിധായകൻ സിനിമയുടെ ദൃശ്യ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇന്നുവരെ മലയാള സിനിമ കാണാത്ത ടെറൈനുകളിൽ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം. സ്വാഭാവികമായും കഥ സംബന്ധിച്ച ചർച്ചകളിൽ ഒരൽപ്പം രാഷ്ട്രീയ ബോധമുള്ള ഏതൊരാളുടെ മനസ്സിലും ഗുജറാത്ത് ഒക്കെ കടന്നുവരാം. സെയ്ദ് മസൂദ് എന്ന 13 വയസ്സുള്ള ബാലൻ തന്റെ കുടുംബത്തെ ഒന്നാകെ കൊന്നുകളയുന്ന ബജ്രംഗി എന്ന വർഗീയവാദിയെ മാത്രമാണ് ഓർക്കുന്നത്. അവൻ മറ്റൊരു സംഭവങ്ങളും കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും സിനിമയിൽ സെയ്ദ് മസൂദ് എന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ വികാര വിചാരങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത്. തന്റെ കുടുംബം നഷ്ടപ്പെട്ട് മാത്രമാണ് സെയ്ദ് മസൂദിന്റെ പ്രശ്നം. അതിനു മുൻപോ ശേഷമോ ഗുജറാത്തിൽ നടന്നതൊന്നും ആ ബാലന്റെ പരിഗണന വിഷയമാകേണ്ടതില്ല. പിന്നെ സിനിമയിൽ എന്തിന് മറ്റു സംഭവങ്ങൾ കാണിക്കണം? അങ്ങനെ കാണിക്കാൻ നിന്നാൽ സിനിമയുടെ നീളം എത്ര കൂടും? ആ കാര്യങ്ങൾക്കൊന്നും സിനിമയിൽ പ്രസക്തിയില്ലല്ലോ. പിന്നീട് ഇത്തരം പുലിവാലികൾ ഒക്കെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ മുൻകരുതൽ അവർ സ്വീകരിച്ചേനെ. എമ്പുരാൻ ഒട്ടും ലോജിക്കില്ലാത്ത അൺറിയലിസ്റ്റിക് ആയ ഒരു കൊമേഴ്ഷ്യൽ മൂവി മാത്രമാണ്. അതിനെ അങ്ങനെ സമീപിക്കുന്നതിന് പകരം ഡോക്യുമെന്ററി ആണെന്ന് മട്ടിൽ സമീപിക്കുന്നതാണ് പ്രശ്നം. ഏകലവ്യൻ മുതൽ മലയാളത്തിൽ എത്രയോ സിനിമകൾ രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കളെയും മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ പ്രതിനായക സ്ഥാനത്ത് നിർത്തി വന്നിരിക്കുന്നു. ലീഡർ K കരുണാകരനെയും പിണറായി വിജയനെയും BS അച്യുതാനന്ദനെയും വെള്ളാപ്പള്ളി നടേശിനെയും ഒക്കെ പ്രതിനായക സ്ഥാനത്ത് നിർത്തി സിനിമകൾ ഉണ്ടായിരിക്കുന്നു. ബിഷപ്പുമാരെയും മാധ്യമ പ്രവർത്തകരെയും പ്രതിനായക സ്ഥാനത്ത് നിർത്തിയിട്ടില്ലേ? എന്നാൽ ഇത്രത്തോളം ഒരു സിനിമയ്ക്ക് നേരെ അസഹിഷ്ണുതാപരമായ നിലപാട് മറ്റൊരിക്കൽ പോലും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഇത്രത്തോളം ഭീഷണി ഒരു നിർമ്മാതാവ് അനുഭവിച്ചിട്ടുണ്ടാകില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭീഷണി കൊണ്ട് മാത്രമാണ് ആ സിനിമയ്ക്ക് വീണ്ടും എഡിറ്റിംഗ് ടേബിളിൽ കയറേണ്ടി വന്നത്. മോഹൻലാലിനെ പോലെ ഒരു നടന്റെ സിനിമ വീണ്ടും എഡിറ്റ് ചെയ്ത് കേരളത്തിൽ പ്രദർശിപ്പിക്കേണ്ടി വരുന്നത് മലയാളത്തിന് അപമാനകരമാണ്. മുഴുവൻ മലയാളികൾക്കും അപമാനകരമാണ്. പൃഥ്വിരാജ് സുകുമാരൻ ഇത്രയും ആക്രമിച്ചു കഴിഞ്ഞില്ലേ? ഇനി അയാളെ വെറുതെ വിടാം. ഒരിക്കൽ ആ മനുഷ്യനെതിരെ ഞാനും പറഞ്ഞിരുന്നതാണ്. പക്ഷേ വാസ്തവം അറിഞ്ഞപ്പോൾ ദുഃഖം തോന്നുന്നു. നല്ല നടൻ മാത്രമല്ല, മികച്ച ടെക്നീഷ്യനുമാണ് പൃഥ്വിരാജ്. അയാളിൽ നിന്ന് ഇനിയും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. വിവാദങ്ങൾ ഇവിടെ അവസാനിക്കട്ടെ എന്നായിരുന്നു സന്ദീപ് വാര്യരുടെ FBയിലെ വലിയൊരു പോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളെല്ലാം തന്നെയും സന്ദീപ് വാര്യരെ പൊങ്കാലയിടുന്ന തരത്തിലായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. സംഘികൾ ഒന്നടങ്കം സന്ദീപ് വാര്യർക്കെതിരെ നല്ല രീതിയിൽ ഏറിൽ കയറ്റുന്ന തരത്തിലുള്ള കമൻറ്റുകൾ തന്നെയാണ് അതിൽ വന്ന ഭൂരിഭാഗം കമൻറ്റുകളും. അതോടൊപ്പം തന്നെ ഇതിൽ ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന തരത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞ ചില കാര്യങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ വളരെ വ്യക്തമാണ്. അതായത് ഈ പറയുന്ന പൃഥ്വിരാജിന്റെ ഈ സിനിമ, പൃഥ്വിരാജിനെ വെളുപ്പിക്കാൻ നോക്കുന്ന ഈ സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് സെയ്ദ് മസൂദിന്റെ കാര്യം തന്നെയാണ്. സെയ്ദ് മസൂദ് എന്ന 13 വയസ്സുള്ള ബാലൻ തന്റെ കുടുംബത്തെ ഒന്നാകെ കൊന്നുകളയുന്ന ബജ്രംഗി എന്ന വർഗീയവാദിയെ മാത്രമാണ് ഓർക്കുന്നത്. അവൻ മറ്റൊരു സംഭവങ്ങളും കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും സിനിമയിൽ സെയ്ദ് മസൂദ് എന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ വികാര വിചാരങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത്. തന്റെ കുടുംബം നഷ്ടപ്പെട്ട് മാത്രമാണ് സെയ്ദ് മസൂദിന്റെ പ്രശ്നം. അതിനു മുൻപോ ശേഷമോ ഗുജറാത്തിൽ നടന്നതൊന്നും ആ ബാലന്റെ പരിഗണന വിഷയമാകേണ്ടതില്ല. പിന്നെ സിനിമയിൽ എന്തിന് മറ്റ് സംഭവങ്ങൾ കാണിക്കണമെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാണിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
തന്നെയാണ് സന്ദീപ് വാര്യർ. കാരണം ഇതെന്ന് പറയുന്നത് ചരിത്രമായിട്ടുള്ളൊരു സംഭവമാണ്, അല്ലാതെ ഇത് പൃഥ്വിരാജിൻ്റെ മൈൻഡിൽ വന്ന് പൃഥ്വിരാജ് ഉണ്ടാക്കിയെടുത്ത ഒരു കഥയല്ല. അപ്പോൾ കാണിക്കുന്ന ആ ഒരു വിഷയം, അത് ഗുജറാത്തിൽ നടന്ന ആ കലാപം, അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ട്രെയിനിലെ തീവെപ്പ്, ഇതൊക്കെ തന്നെ പൃഥ്വിരാജ് കാണിക്കുമ്പോൾ അത് ഉണ്ടാകാനായിട്ടുള്ള കാരണം കാണിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അല്ലാതെ ആ സംഭവങ്ങൾ എന്തിന് കാണിക്കണം എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജിന് ഈ പറയുന്ന ഈ കഥാപാത്രം, മസൂദ് എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിന് വേറെ എന്തെങ്കിലും പശ്ചാത്തലത്തിലുള്ള കഥകൾ കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഇത് തന്നെ കൊടുക്കണമെന്ന് എന്തായിരുന്നു നിർബന്ധം? അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കഥ തിരഞ്ഞെടുത്തതും ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തതും അതിലൂടെ ഒരു ഭാഗം മാത്രം കാണിച്ചതും മറ്റൊരു ഭാഗം അവോയ്ഡ് ചെയ്തത്. അതിനെ എങ്ങനെയാണ് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നത് ഉറപ്പാണ്. ആ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് അവസാനം മാപ്പ് പറയേണ്ടി വന്നത്. ഇതുകൊണ്ടും തീരുന്നില്ല. ഈ പോസ്റ്റിലൂടെ ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യർ ഒരു കാര്യം കൂടെ വ്യക്തമാക്കുകയാണ്. അതായത് ഈ പോസ്റ്റിൽ എവിടെയും സന്ദീപ് വാര്യർ ഇപ്പോൾ BJP ഈ കാണിച്ച കാര്യങ്ങൾ, BJP എന്തിനാണ് ഈ വിഷയം കാണിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് എന്ന ആ ഒരു വിഷയത്തിലേക്ക് സന്ദീപ് വാര്യർ കടന്നിട്ടില്ല. അതായത് സന്ദീപ് വാര്യർ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിന്നും ഒരു കാര്യം സമ്മതിക്കുന്നതായിട്ടാണ് ഈ എഴുതി ചേർത്തിരിക്കുന്നതിൽ നിന്നും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് അതിന് മുന്നേ നടക്കുന്ന വിഷയങ്ങൾ എന്തിന് കാണിക്കണം? കാരണം ഈ സിനിമയിൽ ആ ഒരു വിഷയത്തിന് പ്രസക്തിയില്ല എന്നുള്ള തരത്തിലാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കാണിക്കാൻ നിന്നാൽ സിനിമയുടെ നീളം എത്ര കൂടും? ആ കാര്യങ്ങൾക്കൊന്നും ഈ സിനിമയിൽ പ്രസക്തിയില്ലല്ലോ. പിന്നീട് ഇത്തരം പുലിവാലുകളൊക്കെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ മുൻകരുതൽ അവർ സ്വീകരിച്ചേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറച്ചിലിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അന്ന് ആ ട്രെയിനിൽ തീ വച്ച ആ ഒരു സംഭവം അത് ജിഹാദികൾ തന്നെയാണെന്നുള്ളത് സന്ദീപ് വാര്യർ തന്നെ ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ തന്നെ സമ്മതിക്കുന്ന ഒരു പോസ്റ്റായിട്ട് തന്നെ വേണം ഇതിനെ കാണാനായിട്ട്. അപ്പോൾ സന്ദീപ് വാര്യർക്ക് തന്നെ അത് ബോധ്യമുണ്ട്. അല്ലാതെ ഇവിടെ സന്ദീപ് വാര്യർ BJP പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് ശരിയല്ലെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ പൂർണ്ണമായി കാണിച്ചിരുന്നെങ്കിൽ അവിടെ പലർക്കും കുരുപൊട്ടിയേനെ, അല്ലെങ്കിൽ പലർക്കും അത് കൊള്ളേണ്ട രീതിയിൽ കൊണ്ടേനെ. അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് ഒരു ഭാഗം മാത്രം കാണിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വെള്ളപൂശുക, അല്ലെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജ് സുകുമാരനെ വെള്ളപൂശുക, അതിലൊന്നും യാതൊരുവിധ അർത്ഥവുമില്ല. ആ കാര്യത്തിൽ സംഘികളുടെ ഭാഗത്തും ശരിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലാണ്. ഈ കോൺഗ്രസിലല്ലാതെ സന്ദീപ് വാര്യർ BJPയിലാണ് ഈ ഒരു നിമിഷം നിന്നിരുന്നെങ്കിൽ സന്ദീപ് വാര്യർ ഇടുന്ന ഈ ഒരു പോസ്റ്റ് ഏത് തരത്തിലായിരിക്കുമെന്ന് ഏതൊരു വ്യക്തിക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം അത്രയ്ക്കും പച്ചയ്ക്ക് സന്ദീപ് വാര്യർ ഈ സിനിമയ്ക്കെതിരെയും പൃഥ്വിരാജിനെതിരെയും പറയുമായിരുന്നു എന്നുള്ളതും വാസ്തവമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിലായതുകൊണ്ട് തന്നെയും മയപ്പെടുത്തുന്നു, വെളുപ്പിക്കുന്നു. എന്നാൽ കൂടുതലൊന്നും അങ്ങ് കടന്നു കയറി പറയാനും പറ്റുന്നില്ല. വല്ലാത്തൊരു കഷ്ടമായ അവസ്ഥയാണ് സന്ദീപ് വാര്യരുടേത് എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. സ്വന്തമായി പോസ്റ്റ് ഇടുക, സംഘികളുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ഊക്ക് വാങ്ങുക, ഇതാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്.